കരിസ്മാറ്റിക് നവീകരണം തൃശൂർ സോണൽ സന്ദർശനം. മറ്റം സബ് സോണിൽ 23/8/2025 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 4:30 വരെ മറ്റം സെൻറ് തോമസ് ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ. അപ്പൊ ഈ ലോകത്തിന് അനുരൂപരാകുന്ന മനുഷ്യന്റെ ശൈലി ഇതാണ്. അപ്പൊ ലോകത്തിൽ നിന്ന് ശക്തി സംഭരിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് മനുഷ്യരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പണത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരുണ്ട്, അധികാരത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരുണ്ട്, പ്രതാപത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരുണ്ട്, ജഡത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരുണ്ട്, ജീവിത ശൈലികൾ. അപ്പൊ അങ്ങനെ പല രീതിയിലും ജീവിക്കാൻ വേണ്ടി ശക്തി സംഭരിക്കുക, ഈ ലോക ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തി സംഭരിക്കുക. അപ്പൊ ജഡമനുഷ്യൻ എപ്പോഴും സ്രോതസ്സായി കരുതുന്നത് ജഡമാണ്. അതുകൊണ്ടാണ് ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:6 ഈശോ നിക്കോദെമസിനോട് വീണ്ടും ജനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ പറയുന്നുണ്ട്, എന്തിനാണ് ഈ വീണ്ടും ജനനം? കാരണം ഉറവിടം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ വലിയ ഗ്രേസ് അല്ലെങ്കിൽ കൃപ, കരുത്ത് അത് ലഭിക്കാതെ വരും. അത് റോങ് പ്ലേസിൽ കൊണ്ട് ഫിക്സ് ചെയ്യും. അതാണ് ഈ പറയുന്നത്, നമ്മൾ ഈ കിട്ടേണ്ട കരുത്ത് കൃത്യം കിട്ടിയില്ലെങ്കിൽ തീച്ചൂളയിലും ഒക്കെ കടന്നു പോകേണ്ടി വരും. ഗലാത്യ 5:24 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിന്റെ മോഹങ്ങളോടും വികാരങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ, ഈ ജൂബിലി ആഘോഷത്തിൽ കൂടുതൽ ആത്മീയരാകാനുള്ള ഒരു ശ്രദ്ധ നമ്മളിലേക്ക് വ്യാപരിക്കണം. കാലം അടുത്തുകൊണ്ടിരിക്കുക. ആത്മീയ ശുശ്രൂഷകരെല്ലാം പറയുന്നുണ്ട്, എല്ലാം കൂടണയാൻ പോകുന്ന ഒരു പക്ഷി, കൂടണയാൻ പോകുന്ന ഒരു സായാഹ്നത്തിന്റെ പ്രതീതി ലോകത്തിനുണ്ട്. എന്ന് വെച്ചാല് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. പെട്ടെന്നല്ലെങ്കിലും മുന്നോട്ടുള്ള യാത്ര അധികം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം സിഗ്നലുകളെല്ലാം കർത്താവ് പറഞ്ഞത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ജാഗ്രത സൂക്ഷിക്കുക. 1 പത്രോസ് 3:11 ഇവയെല്ലാം നശ്വരമാകയാൽ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്രയേറെ ജാഗ്രതയുള്ളവരായിരുന്നു. എഫേസോസ് 5:16 ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ തന്നെ ഒരു വലിയ 5:16 എന്ന് വായിച്ച്. എഫേസോസ് 5:16 ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അതുകൊണ്ട് തിന്മ പെരുകുമ്പോ അസ്വസ്ഥപ്പെട്ട് അതിന്റെ കൂടെ ചേരുകയല്ല, ഇത് ജാഗ്രത സൂക്ഷിച്ചു. ഇപ്പൊ തിന്മയുടെ ദിവസം നിന്റെ സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളണം, തിരിച്ചറിഞ്ഞുകൊണ്ട്. കാരണം മത്തായി 11:12 സ്നാപക യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്, ബലവാന്മാർ അത് കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ കരുത്തോടെ ഈ വലിയ തിരിച്ചറിവ് സൂക്ഷിച്ച് നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് ഇന്ന് ഈ ജൂബിലി ആഘോഷത്തിൽ നമ്മളിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആത്മീയ മേഖലയെ കൂടുതൽ കരുത്ത് പിടിപ്പിക്കുക. അതുകൊണ്ട് ആളുകളെ മാറ്റാനും കൂടുതൽ നമ്മുടെ കൂട്ടായ്മയോട് ചേർക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി എന്റെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രദ്ധ, ദൈവവചനത്തിൽ ജീവിക്കാൻ, എന്റെ നാവിന്റെ പോരായ്മ, എന്റെ കാഴ്ചയുടെ അപാകത, എന്റെ കേൾവി, എന്റെ ചിന്ത, ആലോചന, ഇവിടെയുള്ള അശുദ്ധി മേഖലകൾ, ഇതിനെ ശുദ്ധീകരിച്ച് കൂടുതൽ ദൈവവചനത്തിലേക്ക്, ആത്മീയതയിലേക്ക് കരുതും. അപ്പൊ ബാക്കിയൊക്കെ കർത്താവിന്റെ ആത്മാവ്, നിന്റെ കുടുംബവും നിന്റെ ജീവിതവും നിന്റെ ശുശ്രൂഷയൊക്കെ കർത്താവ് ഏറ്റെടുക്കും. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച്, ഞാൻ ഉൾപ്പെടെ, ഞാൻ എല്ലാവരെയും ചേർത്ത ഈ കാലഘട്ടം, ഈ ജൂബിലി വർഷം നമുക്കൊരു തിരിച്ചുവരവിന്റെയും തിരിച്ചു പിടിക്കൽ. വെളിപാട് 2:4 എങ്കിലും എനിക്ക് നിന്നോടൊന്ന് പറയാനും, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കി ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യും. അവിടെ തിരിച്ചു വരാൻ പ്രിയമുള്ളവരെ, ഒരു വലിയ അഭിഷേകത്തിന്റെ കാലമായിട്ട് ഇത് മാറുന്നത്. നമ്മുടെ കുടുംബത്തിൽ കുറെ കൂടി ആത്മീയ കരുത്ത് ശക്തിപ്പെടണം. നമ്മൾ ഓരോരുത്തരും കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ വന്നതിന്റെ ഉദ്ദേശത്തെ പറ്റി നമ്മുടെ കോർഡിനേറ്റർ സംസാരിക്കുന്നത് അല്ലേ? നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുന്നവിടേക്ക് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഡയറക്ടറേറ്റിന്റെ വലിയ സ്നേഹത്തിന്റെ സന്ദേശത്തോടെ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ, ഈ മീറ്റിങ്ങിന് തുടക്കം കുറിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജൂബിലിയുടെ ഒരുക്കത്തിലാണ്.
ജൂബിലിയുടെ ഒരുക്കത്തില് ഈ സോണൽ സന്ദർശനം സംഘടിപ്പിക്കുമ്പോൾ ഇത് KCSE ആഹ്വാനം ചെയ്താണ്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ആഹ്വാനം ചെയ്ത ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മകളും ശക്തിപ്പെടുത്തും. ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തും. ലേവ്യരുടെ പുസ്തകത്തില് 25-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് ജൂബിലി വർഷം, അത് 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതൊരു വിശുദ്ധീകരണത്തിന്റെ വർഷമാണെന്ന്, അതൊരു സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണെന്ന്, അത് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു വർഷമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരംഭകാലഘട്ടപ്പെട്ട ടീമുകൾ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട്, അല്ലെ? ഈ കൂട്ടായ്മ ടീം കൂടുമ്പോഴാണ് നമ്മുടെ അടുത്ത ഞായറാഴ്ച വരുന്ന ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മ അതിലെങ്ങനെയായിരിക്കണം, അതിന്റെ ക്രമീകരണങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് നമ്മൾ ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു, അല്ലെ? ആദ്യകാലങ്ങളിലൊക്കെ നമ്മള് പരിചയമുള്ളവരെയൊക്കെ പോവാണ്. ഇങ്ങനെയൊക്കെ ഒരു കൂട്ടിച്ചേർക്കലും കൂട്ടിക്കൊണ്ടുവരലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ വരുമ്പോ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ അനുവദിക്കുമായിരുന്നു, അല്ലെ? മറ്റുള്ളവരെ കേൾക്കുമായിരുന്നു, മറ്റുള്ളവരുമായി സംസാരിക്കുമായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ ആ സമയം കണ്ടെത്തുക, അവരെ ചേർത്ത് പിടിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് സമയം ഒന്നിനുമില്ല, സമയം കുറഞ്ഞുപോയി. ചേർത്ത് പിടിക്കാനും കൂട്ടിച്ചേർത്ത് നിർത്താനും അവരെ കേൾക്കാനുമുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക്. അപ്പോ നമ്മളിപ്പോൾ നോക്കുമ്പോ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള ആൾക്കാര് കുറഞ്ഞ് വരികയാണ്. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. എന്തെങ്കിലും നമ്മളൊരു പ്രാർത്ഥനാ നിയോഗം പറഞ്ഞാൽ അത് അപ്പുറത്ത് നാളെ പാട്ടായി തീരും. ഒന്ന് മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ സങ്കടങ്ങളും വേദനകളും ഒക്കെ പങ്കുവെക്കാൻ പറ്റിയ ഒരു ഇടമായിരുന്നു പ്രാർത്ഥനയുടെ സ്ഥലം. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കൊന്ന് തിരിച്ചു നടക്കാൻ, നമ്മുടെ ടീമുകൾ കൂടി സ്വപ്നം കാണാൻ, അതുപോലെ ഒരുമിച്ച് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇടവകയുടെ ഒരു പവർ ഹൗസ് ആണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകള്. ഇടവകയുടെ കുറവ് അത് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കുറവാണ്. ഇടവകയുടെ കുറവ് അത് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കുറവാണ്. പ്രാർത്ഥനാ കൂട്ടായ്മ സജീവമായ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി, അതാണ് ടീം കൂടുമ്പോഴൊക്കെ ഇതാ നമ്മുടെ ഇടവകയിൽ അടുത്ത ആഴ്ച ഇന്ന പ്രോഗ്രാം വരികയാണ്, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഒരു അംഗം വേദനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോവുകയാണ്, ആ സങ്കടത്തിലേക്ക് പങ്കുചേരുകയാണ്. ഇങ്ങനൊരു കാലഘട്ടം നമുക്കുണ്ടായത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരുന്നവരെ എല്ലാവരെയും മധ്യസ്ഥ പ്രാർത്ഥന മാറി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, മാറി നമ്മൾ നന്ദി സ്തുതി പ്രാർത്ഥന നടത്തുന്നു, ഒരു വചനം വായിച്ച് നമ്മള് മാറി അത് പങ്കുവെക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് അത് വ്യക്തിപരമായ ചില വ്യക്തികളുടെ ഒരു നയിക്കപ്പെടലുകളായിട്ട് ഇന്ന് പ്രാർത്ഥനാ കൂട്ടായ്മകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലി വർഷത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും കൂടെ നിർത്തുന്ന, എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന, എല്ലാവരെയും കേൾക്കുന്ന ഒരു സ്നേഹത്തിന്റെ പങ്കുവെക്കുന്ന അനുഭവം ആരിലുണ്ടാകണം? നമ്മിലുണ്ടാകണം. ഹല്ലേലൂയ. നേതൃത്വത്തിൽ നിൽക്കുന്ന നമ്മിലുണ്ടാകണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ ഇതാ അവിടെ വചനം പറയുന്നത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ തീ ഇതിനകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുകയാണ്, സ്വർഗം ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിന്റെ ഉപകരണങ്ങളായി തെരഞ്ഞെടുത്ത ഞാനും നിങ്ങളും നമ്മുടെ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ദൈവം തെരഞ്ഞെടുത്ത നമ്മുടെ ജീവിതം നമ്മൾ അവര് വന്നില്ല ഇവര് വന്നില്ല എന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ല. ഞാൻ വന്നു, ഞാൻ തനിച്ചാണോ എന്റെ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഈ ജൂബിലിയുടെ ഈ വർഷം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊരു വിശുദ്ധീകരണത്തിന്റെ വർഷമാണ്. മറ്റുള്ളവരിലേക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടേണ്ട വർഷമാണ്. മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടേണ്ട വർഷമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമ്മുടെ ആരംഭ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ തീർച്ചയായും KCSE ഈ വരുന്ന ആഗസ്റ്റ് 30-ാം തീയതി നമ്മെ തൃശ്ശൂർ സോണിനെ സന്ദർശിക്കുന്നു. സോണിത നിങ്ങൾ അറിയോ, ഈ സന്ദർശനത്തിലൂടെയാണ് ഞങ്ങളെ മനസ്സിലായത്, അല്ലേ?
അല്ലേ? അതെ. നമ്മൾ ഈ സന്ദർശനങ്ങൾ എപ്പോഴും സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ സന്ദർശനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗഹൃദങ്ങൾ വളർന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയും ഐക്യത്തിന്റെ കൂട്ടിപ്പിടിക്കലുകളുമായിട്ട് മാറുമ്പോ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നമ്മൾ അറിയാതെ വളരാൻ തുടങ്ങും. നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സ്നേഹത്തോടെ ഈ സന്ദർശന ഉദ്ദേശത്തിന്റെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വളർച്ചയുടെ എല്ലാ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഈ സന്ദർശന ഉദ്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ സൗഹൃദത്തെ കുറിച്ചും എല്ലാം നമ്മളെ ഉദ്ബോധിപ്പിച്ച നമ്മുടെ കോർഡിനേറ്റർ ശാസ്ത്രജ്ഞർ നമുക്ക് സെക്രട്ടറിയില്ല, നമുക്ക് ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തലാണ്. അപ്പൊ ഞാൻ എന്നിൽ തന്നെ തുടങ്ങാം. എൻ്റെ പേര് ഷാജു. എൻ്റെ ഇടവക പുത്തൂർ ഫൊറോനയില് പുന്നൂക്കൽ ഇടവകയാണ്. ഭാര്യ, 3 മക്കള്, അമ്മ, താഴെയുള്ള കുഞ്ഞിന് 6 മാസം പ്രായം. എല്ലാം ദൈവാനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു. ഞാനൊരു ഇലക്ട്രീഷ്യനും പ്ലംബറുമാണ്. ദൈവ ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഏതെങ്കിലുമൊക്കെ ജോലിക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ മനോഹരമായി ദൈവം, വളരെ മനോഹരമായി ദൈവം നയിക്കും. സോണിന്റെ ട്രഷറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്താനും കൈകാര്യം ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ നമുക്ക് കപ്പിൾസ് മിനിസ്ട്രിയുടെ ഒരു കോൺടാക്ട് പേഴ്സൺ കൂടിയാണ് ഞാൻ. അപ്പൊ എൻ്റെ പേര് ബൈജു. എൻ്റെ വീട് ചിറ്റാട്ടുകര. ഭാര്യ, 3 മക്കള്. ഞാനിപ്പോൾ പ്രീച്ചേഴ്സ് മിനിസ്ട്രിയുടെ കോൺടാക്ട് പേഴ്സൺ. എല്ലാ മാസം ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ധ്യാനം പ്രീച്ചേഴ്സ് മിനിസ്ട്രിയിലുണ്ട്. എൻ്റെ പേര് ഗോപി അബ്രഹാം. ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതുപോലെ ഭാര്യയും 3 മക്കളുണ്ട്. ഈ മറ്റം സംസ്ഥാനത്തെ കോൺടാക്ട് പേഴ്സണാണ്. അതുപോലെ യുവജാലയുടെ കോൺടാക്ട് പേഴ്സണാണ്. ജീവിത പങ്കാളി 3 മക്കളുണ്ട്. ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോൺടാക്ട് പേഴ്സണാണ് ഞാൻ. അപ്പം ആവാദിയാണ് കേന്ദ്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചയിലും രാവിലെ 9:30 മുതൽ 1:30 വരെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പം സ്കൂളിലും ആരാധനയും കൈവയ്ക്ക് ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഉദ്ദേശിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ നിങ്ങളെ 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് അങ്ങോട്ട് കടന്നു വരേണ്ടി വരുള്ളൂ. അത് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ വിളിക്കും. പിന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് വരും. അപ്പോൾ ആ വിളിക്കുന്ന ദിവസം ആ കൂട്ടായ്മയിലെ എല്ലാവരും വരിക. ഒരാളെ 2 ആളല്ല ഉദ്ദേശിക്കുന്നത്. ആ ഇടവകയിൽ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ 3 ദിവസം കൂടുമ്പോഴും നമ്മൾ 3 മാസം കൂടുമ്പോൾ. ഞാൻ വെല്ലൂർ ഇടവകയാണ്. എനിക്ക് ചെറുമകാരി, അമ്മ, 2 മക്കള്. എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറിയാണ് സോണിന്റെ. എനിക്ക് പറയാനുള്ളത് യൂത്തിനെ കുറിച്ചാണ്. യൂത്ത് മിനിസ്ട്രി, യു ഫോർസി എന്നാണ് അതിന്റെ പേര്, യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അപ്പൊ യൂത്ത് യുവാക്കളെല്ലാവരും ഈശോയിനെ അറിഞ്ഞ് ഈശോയെ പകർന്നു കൊടുക്കുന്ന, ഈശോയുടെ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മുടെ യൂത്ത് യുവാക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈശോയുടെ കൂടിയാണോ? അപ്പോ എല്ലാവരും ഈശോയിലേക്ക് ചേർന്ന് ഈശോയെ സ്വീകരിച്ച് അവസരത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ യൂത്ത് യുവാക്കളും. അപ്പൊ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ആ യൂത്ത് മിനിസ്ട്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫിലോമിന ജോയി. 2 മക്കളുണ്ട്. പിന്നെ എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് തുവാനിസ മിനിസ്ട്രിയാണ്. പരിശുദ്ധ തുവാനിസ എന്ന സുറിയാനി പദമാണ്. അത് അനുഗ്രഹീത അല്ലെങ്കിൽ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ കാലഘട്ടം മുസ്ലിത്തിന്റെ മക്കളെയും എല്ലാ മേഖലകളിലേക്കും, നമ്മുടെ എല്ലാ മിനിസ്ട്രികളിലേക്കും, നമ്മുടെ സഭയിൽ അതെങ്ങനെ രൂപപ്പെടണം, സ്ത്രീകളുടെ ശക്തി എന്താണ്, കുടുംബങ്ങളുടെ വിശദീകരണം ആണ് ഏറ്റവും പ്രധാനമായിട്ട്. അതിൽ ഫിലിപ്പിയർ 1:29 പറയുന്നു, നിനക്ക് ജീവിതം ക്രിസ്തുവും
മരണം നേട്ടവുമാണ്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള എനിക്കെൻ്റെ വചന വാക്യമതാണ്. ഇതിനെ മുൻകട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അതിൽ സ്ത്രീകൾ എത്രമാത്രം ഇതിലൂടെ അനുഗ്രഹപ്രദമായി തീരണം എന്നുള്ളത് ഓരോ കുടുംബങ്ങളിൽ നിന്നുള്ള ഓരോ സ്ത്രീത്വത്തിൻ്റെ മഹനീയത ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെയധികം പ്രാധാന്യമാണ്. ജനത്തിന് അത് വലിയൊരു ഉൾപ്രേരണയായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ് തുവാനിസ മിനിസ്ട്രി. എൻ്റെ പേര് ആന്റണി. ഞാൻ മറ്റും ഇടവകാരൻ തന്നെയാണ്. മറ്റും എൻ്റെ സബ് സോണിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഞാൻ വാസ്തവത്തിൽ എനിക്ക് ജീവിത പങ്കാളി 2 മക്കൾ, 2 പേരും കോളേജിൽ പഠിക്കുന്നു. നമ്മുടെ ഇവിടെ നാട്ടിൽ വന്നിട്ട് കരിസ്മാറ്റിക്കിൽ കയറിയിട്ട് 4-5 വർഷമാണ്. ഇതിന് മുന്നേ സബ് സോൺ കോർഡിനേറ്റർ ആയിരുന്ന വൈജേറ്റത്തെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ തന്നു. ഇവിടെ നമ്മുടെ മറ്റത്ത് സംബന്ധിച്ച് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് 4 പള്ളികളാണ് നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മ സജീവമായിട്ടുള്ളത്. അതൊന്ന് മറ്റം, ഒന്ന് കൂനാമുച്ചി, ഒന്ന് ഇളവള്ളി, അതുപോലെ തന്നെ ചിറ്റാട്ടുകര. നമ്മുടെ ആളൂരിൽ നിന്നുള്ള ചേട്ടൻ വന്നിട്ടുണ്ട്, ലോഹിത് ചേട്ടൻ വന്നിട്ടുണ്ട്, തോമസ് ചേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടാൻശ്ശേരി ജേക്കബേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അവിടെയൊന്നും പ്രാർത്ഥന ഗ്രൂപ്പുകൾ സജീവമല്ല. ഇവരൊക്കെ അതിന്റെ നെടുന്തൂണുകളാണ്. അവർ പറയും, കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് 11 പള്ളികളാണ് മറ്റത്തെ സംബന്ധിച്ച് നമ്മുടെ കീഴിലുള്ളത്. ഉത്തരവാദിത്തമുള്ളത് സ്പോർട്ടിന്റെ അംഗമായിട്ട് ഉത്തരവാദിത്തോട് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിൽ അംഗമാണ്. സോണില് മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിൽ എല്ലാവരും ആഴ്ചകളിൽ വ്യാഴാഴ്ച പോകാറുണ്ട്. എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകം ക്ഷണിക്കും. സബ്സോണിന്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി, ജീവിത പങ്കാളി, 2 പെൺമക്കള്, ഒരു മകളുടെ കല്യാണം കഴിഞ്ഞ ഒരു മകൾ പഠിക്കും. ഞാൻ ജീവിത പങ്കാളിയുണ്ട്. പിന്നെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ നമ്മുടെ ഫസ്റ്റ് സോണിന്റെ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ കപ്പിൾസ് മിനിസ്ട്രിയുടെ ഇവിടുത്തെ ചാർജാണ്. ചേട്ടൻ പറഞ്ഞോ. ഭാര്യയുണ്ട്, 3 മക്കള്, 3 ആൺകുട്ടികളാണ്. 3 പേര് വിവാഹിതരാണ്. ഞാൻ DBA ഇപ്പോൾ റിട്ടയർ ചെയ്തു. 5 കൊല്ലം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഇടയിൽ ഒത്തിരിയേറെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശാന്തൻ ചേട്ടൻ അല്ലെ ഇന്നലെ ഈ ലോകത്ത് നിന്ന് യാത്രയായി. നമുക്ക് ആത്മാവിന് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസി ആത്മാക്കൾ ദൈവാനുഗ്രഹത്തെ ആത്മാവിനിടയാകട്ടെ. ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവും. ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നയിക്കും. ആമേ. രൂപതയിലെ വചന പ്രവർത്തകനാണ്. ഇന്നൊരു വചന പ്രവർത്തകനെ അയോധ്യക്ക് തോന്നുന്നില്ല. ഒരു നിയമശക്തി കിട്ടി ഞാനത് ഞാൻ 18 വർഷം രൂപതയിൽ ശുശ്രൂഷ ചെയ്തു. അത് 8 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആട്ടുരോഗിയായി. ആട്ടുരോഗിയായിട്ട് കർത്താവ് തന്നെ ആട്ടുരോഗിക്ക് മാറ്റി. പ്രാർത്ഥനയുടെ മേഖലയാണ് ആ പ്രാർത്ഥന. കാരണം ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞാൻ 16 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ വചന പ്രവർത്തന പ്രാർത്ഥന ലീഡ്മായിട്ട് പ്രവർത്തിച്ചു. പൂനമുച്ചി. എൻ്റെ പേര് ബാബു.
ഒരുമിച്ചുള്ള ഞങ്ങളുടെ അച്ഛനാണ് ഇങ്ങനെ 3 മണിക്കാണ് ഞായറാഴ്ച 3 മണിക്ക് തുടങ്ങിയ ഒരു 4 വരെയൊക്കെ ഏകദേശം 4 തുടങ്ങിയ ഒരു 25 പേര് പ്ലസ് 50 പേരോളം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ മൊത്തത്തില് വന്നുകൊണ്ടിരിക്കുന്നത് 25 പേരോളം കൺവിൻസ് ആയിട്ടുള്ളത്. അത് നല്ല രീതിയില് പ്രയറും കാര്യങ്ങളായിട്ട് പോകും. കൂടി പ്രാർത്ഥന ആരംഭിക്കും. അത് കരുണക്കൊണ്ടോടുകൂടിയിട്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. പിന്നെ രോഗികളെ കാണാൻ പോകാൻ ഉണ്ടാവാറുണ്ടോ? ഗ്രൂപ്പിലാണ് വെക്കാൻ പോകുന്നത്. നമ്മളില് 3 ആൾക്കാരുള്ള പ്രാർത്ഥനയില്. പിന്നെ കൂടെ ഒരു 18-19 ആളുണ്ടാവും. അത് 3 പുരുഷന്മാര്, കാര്യമൊക്കെ സ്ത്രീകള്. പ്രവർത്തനങ്ങൾ വേറെ ആരെങ്കിലും ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥനകൾക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ശ്രദ്ധിച്ചത്. അതൊക്കെ ഇപ്പൊ ഈ മാസങ്ങളിൽ കഴിഞ്ഞ ഒരു 8 ആഴ്ചയുടെ ഞായറാഴ്ച ചേച്ചി പറയും 2:30-ക്ക് ഞങ്ങൾ ജപമാല ചൊല്ലും. 3 മണി തൊട്ടാണ് പ്രാർത്ഥന. അതിന് മുന്നേ 2:30-ക്ക് ഞങ്ങൾ ജപമാല ചൊല്ലി തുടങ്ങും. ഇപ്പോ ഒരു 10-25 ആളോളം ഉണ്ട്. ഏകദേശം എത്ര മണി വരെ ഉണ്ടാവും? 4:30-4:45 വരെ പ്രാർത്ഥന ഉണ്ടാവും. പുരുഷന്മാര് 5-10 ആൾക്കാരുണ്ട്. ആദ്യം 2-3 ആളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആളുകൾ കൂടി വരുന്നുണ്ട്. പ്രാർത്ഥന നന്നായി പോകുന്നു. ഞങ്ങൾ 2:30-ക്കാണ് ജപമാലയോട് കൂടിയിട്ട് ഞങ്ങൾ ചെല്ലാറ്. അപ്പൊ അതിന്റെ കൂടെ പിന്നെ വരുന്നവർ അതിന്റെ കൂടെ കൂടിയിട്ട് പ്രാർത്ഥനയില് ഞങ്ങൾ കോട്ടയമായിട്ട് ആദ്യം തുടങ്ങിയതാണ് ജപമാല. അപ്പൊ ആൾക്കാർ വന്നിട്ടപ്പോ എല്ലാവരും ഞങ്ങൾ എല്ലാവരും സമർപ്പിച്ചിട്ട് ആദ്യം പ്രാർത്ഥിച്ചിരുന്നു അവര് വരുന്ന എല്ലാ അംഗങ്ങളും. അപ്പൊ എല്ലാവരും പിന്നെ അതിൽ കൂടി ദൈവനം സെപ്പറേറ്റ് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ വേറെ കൂടിയിട്ടുള്ളൂ. പിന്നെ അത് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ മുന്നേ നമ്മളെല്ലാവരും പരിചയപ്പെടുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. എല്ലാ ഞായറാഴ്ചയാണ് പ്രയർ ബുക്ക് ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നത്. 3 മണി തൊട്ട് 5 മണി വരെയാണ് പ്രാർത്ഥന. പിന്നെ എല്ലാ ദിവസം ഓൺലൈനിൽ നമ്മൾ 3 മണി തൊട്ട് 4 മണി വരെ കുറച്ച് പേര് 10-15 ഇടയിലുള്ള ആൾക്കാർ കൂടിയിട്ട് ജപമാലയുടെ ചെറിയൊരു വചന ശുശ്രൂഷയും കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നടത്തുന്നുണ്ട്. ഓൺലൈൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും അത് സഹോദരിമാരും മാത്രമല്ല പുരുഷന്മാരുണ്ട്. എല്ലാവരും എല്ലാ മാസവും ഏകദിനം 2-ാം ശനികളിൽ നമ്മൾ മാതാവിൻ്റെ പള്ളിയിൽ വിളിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും ഒരു രജിസ്ട്രേഷൻ ധ്യാനം പോലെ നമ്മൾ 7 വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നത്. അത് ഈ വർഷം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 14 തീയതികളിൽ അത് നടത്തി. അത് 7 വർഷമായിട്ട് ഇപ്പം അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീം കൂടാറുണ്ട്. അങ്ങനെ 2-ാം ശനി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വ്യക്തമായിട്ടല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തൊട്ട് മുന്നായിട്ട് കോട്ടയം കൂടാറ്. പിന്നെ മൺഡേ വനിതകളുടെ ഒരു ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് പേര് സംബന്ധിക്കില്ല. 2-3-4 പേര് ജപമാല വരുന്നുണ്ട്. പിന്നെ പുരുഷന്മാർ വ്യാഴാഴ്ച രാത്രി 7 മണി തൊട്ട് 7:30 വരെ മധ്യസ്ഥ പ്രാർത്ഥന പുരുഷന്മാരുടെ മാത്രമായിട്ട് പള്ളിയിൽ ചെയ്യും. അല്ല, വ്യാഴം തിങ്കൾ. പിന്നെ ഡെയിലി ഇനി നമുക്ക് ഉള്ളത് ആളൂര് പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൂര് ഇടവക പുറാന മറ്റം
ആളൂര് പള്ളിയിൽ ഈ പറഞ്ഞ മാതിരി ഞാനന്ന് അവിടെ ക്ലർക്കായിരുന്നു. പണി തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിലെ ഒരു മുസ്ലിംകളുടെ കാര്യത്തിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അച്ഛനെ പറഞ്ഞിട്ട് എന്തായാലും പള്ളിയിൽ പണിയുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വളരെയധികം അതിൻ്റെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്നില്ല, ഫിസിക്കലായിട്ട് ആൾക്കാർ കാണാൻ കുറവായിരുന്നു. അപ്പം അത്രയും വല്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ആ ലൂസേട്ടാണ് അതിൻ്റെ മെയിനായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു പ്രവർത്തിച്ചു വരുന്നത്. അച്ഛൻ വരാന്ന് അത് മറ്റം ഏറ്റവും സ്നേഹമുള്ള റോയിച്ച നമ്മുടെ അതിരൂപതയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ളവരെ, മറ്റു പ്രവണതയിലെ അംഗങ്ങളെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അതിരൂപതയിൽ നിന്ന് പ്രവണതയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ കാണാൻ വരുന്നു, അതുപോലെ തന്നെ അവരുമായിട്ട് സംവദിക്കുന്നു, അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ വളരെ നല്ല ഒരു കാര്യവെപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും നിന്നുപോവുകയോ അല്ലെങ്കിൽ സൃഷ്ടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ഉണർവ് ഈ മേഖലയിൽ ആവശ്യമാണ്. നല്ലൊരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. അത് പരസ്പരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റു കൊറോണയിലെ 4-5 ഇടവകളിലാണ് 4 ഇടവകളിലാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുള്ളൂ. മറ്റിടവകളിലേക്ക് നമുക്ക് കൂടുതൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, ചില സ്ഥലത്തില്ല. കൂടുതൽ കൊണ്ടുവരണം. എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമ്മുടെ ഓരോ ഇടവകയുടെയും ഒരു ശക്തി സ്രോതസ്സാണ്. പ്രാർത്ഥനയുടെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു പവർ സോഴ്സാണ് നമ്മുടെ ഓരോ പ്രാർത്ഥന കൂട്ടായ്മകൾ. ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറെ ഏതെങ്കിലും സമൂഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കുർബാനയിൽ ഒഴിച്ച് വേറെ അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ ഈ 4 ഇടവകളിലാണ് ആ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആത്മാവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരുമിച്ച് കൂടുന്നുള്ളൂ എന്നുള്ളത്. മറ്റു ഇടവകളിലേക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആ ഇടവകൾ അത് പരിശ്രമിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാകുവാൻ, ഇടവകയ്ക്ക് വേണ്ടി ഇടവയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു ഗ്രൂപ്പ് എല്ലാ ഇടവകയിലും ഉണ്ടാകണം. അതാണ് ആ ഇടവകയുടെ ശക്തി വിജയവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 4 ഇടവകളിൽ അതുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ടെങ്കിലും അത് എല്ലാ ഇടവകളിലേക്കും കടന്നു വരാൻ ഇടയാകട്ടെ. ധ്യാനങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ മാസവും ഏകദിനവും അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തന്നെ ഒരു 2 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടി ഒരു പഠന ശുശ്രൂഷയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് അത് ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആളുകൾ വരുന്നത് ഈ കാക്കേരെ കണക്കെടുക്കുന്ന പോലെയാണ്. അതായത് കാക്കേരെ കണക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അവരെങ്ങനെ പറയണ ഇപ്പൊ ഉള്ള കാക്കകൾ അല്ലെങ്കിൽ കുറെ കാക്കകൾ ഇവിടുന്ന് സ്ഥലം വിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. ഈ ഞായറാഴ്ച വന്ന ആളുകൾ പലതും അടുത്ത ഞായറാഴ്ച വരില്ല. അപ്പോ ഈ അടുത്ത ഞായറാഴ്ച വരാത്ത ആൾക്കാർ പിറ്റത്തെ ഞായറാഴ്ച വന്നു വരും. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് നമുക്കുള്ളത്. കാരണം വെച്ചാൽ സ്ഥിരമായിട്ട് ഇത്ര പേര് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇന്നലെയുള്ളവർ നാളെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ മാതിരിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയല്ല. അവർ ഓരോരുത്തർ ആവശ്യത്തിൽ വരുന്നു പോകണം, അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലാണ് പോകുന്നത്. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. പ്രാർത്ഥന കൂട്ടായ്മ എന്നിലേക്ക് കടന്നു വരുന്നില്ല. പ്രാർത്ഥന കൂട്ടമായിട്ട് പോകുന്നു, കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പൊ അതിനൊരു മറുപടിയായിട്ട് ഞാൻ പേരാമൃതായാലും ഒരു വിഷയമായാലും ചെയ്തൊരു കാര്യം സെൽ ഗ്രൂപ്പുകളാണ്. 4-5 പേരുടെ ചെറിയ ചെറിയ സെൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, വളരെ സെൽ ഗ്രൂപ്പുകളാക്കുക. ആ സെൽ ഗ്രൂപ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അവര് ഓരോ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്ത് അപ്പോൾ ഓരോ ദിവസത്തെയും ജപമാല ഓരോ സെൽ ഗ്രൂപ്പിന് ഓരോ ആഴ്ചയും സെൽ ഗ്രൂപ്പിന് മാറി കൊടുക്കുക. ആ സെൽ ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓരോ ആ 5 പേര് കൂടിയിട്ട് ഒരാളെ കൂടി സെൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഒരു കൂട്ടായ്മയും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഉണ്ടായിരുന്ന ഒരു ഇടവകയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് അവിടെ ഒരു സഹോദരിക്ക് പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു ക്യാൻസറിന്റെ ഇത് ഫസ്റ്റ് സ്റ്റേജുകൾ ആണ് എന്ന് മനസ്സിലായി.
അപ്പൊ ആ വ്യക്തിക്ക് വളരെ വിഷമം തോന്നി, മറ്റുള്ളവർക്കും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കും പ്രയാസം തോന്നി. നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുന്നോട്ട് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, വെച്ചാൽ നമുക്ക് ഇതിനു വേണ്ടി ഒരു ആരാധന വെക്കണം. ഇത് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ ആ ഒരു വ്യക്തിയുടെ ഒരു അസുഖം വന്നു കഴിഞ്ഞ സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അംഗങ്ങൾ എല്ലാവരും മുന്നോട്ട് കയറി വന്ന് നമുക്കൊരു ആരാധന വെക്കണം, ഒരു സമയം നിശ്ചയിച്ച് അവരൊരു ആരാധന വെക്കുക. അപ്പോൾ ആ ഒരു ശൈലി എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പൊ നമ്മുടെ ഇടവകയില് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പക്ഷേ ഒരു ഞായറാഴ്ച നമ്മൾ പറയുകയാണെങ്കിൽ ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ക്യാൻസർ രോഗികളായിട്ടുള്ളവരും അവരുടെ ബന്ധുക്കളും നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരണം. അങ്ങനെ നമുക്കൊരു പ്രാർത്ഥന വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഞായറാഴ്ച നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിനുള്ള വിടുതലിനുള്ള വേണ്ടൊരു ശുശ്രൂഷയാണ്. അപ്പൊ നമ്മുടെ ഇടവകയിൽ ഒരുപാട് മേഖലകൾ, ഈ അന്ധകാരത്തിന്റെ മേഖലകളുണ്ട്, തിന്മയുടെ മേഖലകളുണ്ട്. അവിടുത്തെ കെട്ടുകൾ പൊട്ടിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സാധിക്കും. പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ വരുന്നു പോകുന്നു, അവരെന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു എന്നല്ല, അത് ഈ ഇടവക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇടവകയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇടവകയിലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഇടവകയിലെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളരെ പ്രസക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് കൂടെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പില് ചില പ്രാർത്ഥന ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലീഡേഴ്സ് വളരെ അധികമാണ്. ചില പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സ് ഇല്ല. ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ആകെ നിന്നു പോകുന്ന അവസ്ഥ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വ്യത്യാസം വരണം. അതായത് മറ്റുള്ളവരെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ഒരാൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും, നന്നായിട്ട് വചനം കിട്ടുന്ന വ്യക്തിയാണ്, ആ വ്യക്തി തന്നെ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും കാര്യത്തിൽ ആ വ്യക്തിക്ക് വരാൻ പറ്റാതെ കഴിഞ്ഞാൽ അന്നത്തെ പ്രാർത്ഥന ഗ്രൂപ്പ് കഴിയും. അപ്പൊ അങ്ങനെ ആകരുത്. ഓരോരുത്തരെയും മാറി മാറി വളർത്തുന്നതായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പ്. പ്രാർത്ഥന ഗ്രൂപ്പിലെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓരോരുത്തരും വളരണം. ഓരോ സെൽ ഗ്രൂപ്പുകൾ നേതൃത്വം കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം, എല്ലാവരും നേതൃത്വത്തിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. ആ ഒരു അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെതായിട്ടുള്ള പല ഇടവുകളിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്, നേതൃത്വത്തിലാണ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. കാരണം ഒരാളെ അങ്ങോട്ട് വളർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പല പ്രാർത്ഥനാ ഗ്രൂപ്പിനും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്നൊരാൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഇന്നാളെ ചെയ്താൽ മതി, മറ്റു ആൾക്കാരെ ഒന്നും ശരിയാവില്ല, അങ്ങനെ ഒരു ചിന്താഗതി. അങ്ങനെ പറഞ്ഞു വന്ന 3 കാര്യങ്ങൾ ഞാൻ ഒരു കൂടി ഓർമ്മിക്കുകയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു കൂട്ടമാകരുത്, അതൊരു കൂട്ടായ്മയായി തീരണം. 2, പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇടവകയുടെ ഒരു ശക്തിയാണ്. ആ ഇടവകയുടെ ഓരോ ആവശ്യങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാകണം, പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇപ്പോൾ ദേവാലയ നിർമ്മാണമാണെങ്കിൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഒരു ഇടവകയിലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അവര് ദേവാലയ നിർമ്മാണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് അഖണ്ഡ ബൈബിൾ പാരായണം, അതുപോലെ അഖണ്ഡ പ്രാർത്ഥനകൾ, ഇതൊക്കെ ഓരോ സൈഡിൽ ദേവാലയ നിർമ്മാണത്തെ ശക്തിപ്പെടുത്താനായിട്ട് അവർ നടത്തുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്തുമാത്രം ആ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇടവകയുടെ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന മേഖലകളിലേക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പ് കടന്നു വരികയും അതിനെ എടുക്കുകയും അതിന്റെ ആ തിന്മ വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആളുകളോട് പറയുകയും ചെയ്യണം, ഞങ്ങൾ ഇന്ന് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, സാധിക്കുന്നത് എല്ലാവരും വരണം. ഇന്നിപ്പോൾ വീട് പണിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീട് പണി ഉള്ളവരെല്ലാവരും വരണം. അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് 3ാമത്തെ കാര്യം എല്ലാവരെയും വളർത്തുന്ന ഗ്രൂപ്പായിരിക്കണം എന്നുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഞാൻ മാത്രം വളർന്നാൽ പോരാ, മറ്റുള്ളവരെല്ലാവരും വളർന്ന് എല്ലാവരും ഓരോ ദൗത്യങ്ങൾ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ തക്ക വിധത്തിൽ. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തില് 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു ശരീരം പല അവയവങ്ങൾ. അപ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരു ശരീരമാണ്, പല അവയവങ്ങളായിരിക്കും. അപ്പൊ ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ടായിരിക്കും, ചിലർക്ക് വചന പ്രഘോഷത്തിനായിരിക്കും, ചിലർക്ക് രോഗശാന്തി ആയിരിക്കും, ചിലർക്ക് സന്ദേശങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അതിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ അച്ഛൻ്റെ സ്വപ്നം നമ്മളോട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ 10ാമത്തെ ആള് അച്ഛനെ പറയാറുണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആനിമേറ്റർ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ. എൻ്റെ പേര് റീമ ബാബു, ജീവിത പങ്കാളി, 2 മക്കള്, പ്രാർത്ഥനാ കൂട്ടായ്മ സെക്രട്ടറി.
മക്കളുണ്ട്, വലിയ കല്യാണങ്ങളുണ്ട്. ജീവിത പങ്കാളിയുടെ മക്കളുണ്ട്, കൂട്ടായ്മയുടെ കിഴമണിക്ക് വരുമ്പോൾ കൂട്ടായ്മ താമസിക്കുമ്പോൾ 4 മക്കള് ഭംഗിയായിട്ട് കൂട്ടായ്മ പോകുന്നുണ്ട്. പേര് മറ്റടവകയാണ്. മറ്റടവകയുടെ സെക്രട്ടറിയേറ്റ്. അവിടുത്തെ വാക്കിങ്ങില് പ്രാർത്ഥന ഗ്രൂപ്പ് നമുക്ക് അമ്പഴക്കാരൊരു കൂട്ടായ്മ തുടങ്ങാൻ സാധ്യത ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല, തന്നെയാണ് ഒരു വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കും. ചിറ്റാട്ടുകാരെ ആന്റണി, വൈഫും 3 മക്കളുണ്ട്. 2 പേര് പുറത്താണ്. ഒരാളെ ജൂനിയർ കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഞാൻ റിട്ടയർക്ക് ചെയ്ത് ഓർഗനൈസൊക്കെ വന്നിട്ട് ഷാജു മറ്റടവകയിലാണ്. ജീവജ്വാലയുടെ ചാർജ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയുണ്ട്. 3 മണി തൊട്ട് 9 മണി വരെ ആരാധനയുണ്ട്. അതൊന്നും പറഞ്ഞു. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് ദൈവം ക്രമീകരിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞിട്ട് ഈ സന്ദർശനം ഇല്ലാതെ പോയത്. നമ്മൾ ഇന്നലെ വാർത്തയിൽ ചെയ്യണപ്പോൾ അവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 4 മാസം കൂടുമ്പോഴെങ്കിൽ ഇതേപോലത്തെ ഒരു ശുശ്രൂഷ നിങ്ങൾ വെക്കണത് നല്ല വളരെ പ്രചോദനകരമാണെന്നൊക്കെ അവർ പറയുകയുണ്ടായി. നമുക്ക് 2 കൊല്ലത്തിലൊരു ഇവിടെയും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മകൾ നമ്മൾ ആവേലിക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഫോർമേഷൻ കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത തുടർന്നുള്ള കാലങ്ങളിൽ നമ്മൾ ഫയർ ഫെലോഷിപ്പ്, എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ആന്റണി ചിറ്റപ്പിള്ളിയാക്കാൻ ഡയറക്റ്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരു ഫയർ ഫെലോഷിപ്പ് നടത്തിയത്. അതിലൊക്കെ പങ്കെടുത്ത് പലരും കൂടി ഉണ്ടാവാൻ വേണമെങ്കിൽ അന്നൊക്കെ ഞങ്ങൾ പങ്കെടുത്തായിരിക്കും. വളരെ പങ്കെടുത്തിട്ടുള്ള ചെറിയ ജീസസ് യൂത്തിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ വളരെ നല്ല ശുശ്രൂഷകൾ ഇനി നമുക്ക് വരും. അപ്പൊ ഇന്നത്തെ ശുശ്രൂഷകള് വളരെ മനോഹരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് സത്സം കോർഡിനേറ്ററും കോർ ടീമും പ്രയത്നിച്ചു. അതിന്റെ ഫലമാണ് ഇത്ര ആളുകളോട് വന്നത്. അതുപോലെ തന്നെ പ്രവണ വികാരിയിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കൊരു നല്ല കയ്യടി കൊടുത്ത് ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന ഓരോ മാസം അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഓരോ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ ഇതിലൂടെ പറഞ്ഞത്. അത് നമുക്ക് നല്ല പ്രചോദനമാണ്. അത് അനൗൺസ് ചെയ്ത് നമ്മള് വേദനയും വിഷമങ്ങളൊക്കെ വന്ന് പറയുന്ന അവരുടെ ആവശ്യങ്ങളെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കും. അത് അങ്ങനെ നല്ലൊരു സന്ദേശം വന്ന അച്ഛന് ഒരുപാട് എല്ലാ ദിവസവും വേറെ ഒരുപാട് ശുശ്രൂഷകളുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ ടൈം ആകുമ്പോഴേക്കും അച്ഛനൊന്ന് ഒത്തിരി നേരം എടുക്കുന്നത് പോലും മാറ്റി വെച്ചിട്ടാണ് ഈ സമയം നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. എല്ലാ ശുശ്രൂഷകളും 2 മണി അല്ലെങ്കിൽ 2:30 അപ്പൊ 1 മണി ആകുമ്പോഴെങ്കിലും അവിടെ നിന്ന് പോരണം. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പോരുകയാണ്. സാധാരണ ഞാൻ പണിക്ക് പോകുമ്പോൾ ഒരു മണിക്കൂർ വെറുതെ ഒന്ന് കിടക്കുന്ന ആളാണ്. അതും എനിക്കും പറ്റുന്നില്ല. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടും ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന ഡയറക്ടറിനും നമുക്ക് നല്ലൊരു അതുപോലെ തന്നെ സർവീസ് ടീമുകൾ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. അവർക്കും നന്ദി പറയാം. പ്രാർത്ഥിക്കാനായിട്ടും ഈ എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കേണ്ടതെന്നൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ കടന്നു വന്നു. എല്ലാ കൂട്ടായ്മയിലുള്ള കോർ ടീം അംഗങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. മറ്റേ സബ്സോൺ
കർത്താവെ, ഇവിടെയെല്ലാം ഇടവകൾ എവിടെയെല്ലാം ഉണ്ടോ, എത്രയൊക്കെ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടോ എല്ലാം അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും പരസ്പരം മധ്യസ്ഥം വഹിച്ചുള്ള അങ്ങയുടെ സന്നിധിയിലേക്കുള്ള തിരിവെല്ലാം കൂടുതൽ കൂടുതൽ ഞങ്ങളെ ആത്മീയരാകാൻ പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കുകയും കരുത്തുള്ളവരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിലൊക്കെ ക്ഷീണിതമായിരിക്കുന്ന, ഞങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തീക്ഷ്ണതകളെല്ലാം വീണ്ടും ജ്വലിപ്പിക്കണമേ. ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണത കെട്ടുപോയത് തിരിച്ചു തരണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്കെല്ലാം അനുഭവേദ്യമാകട്ടെ. ദൈവവചനത്തിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ, ആത്മീയ കാര്യങ്ങളോടുള്ള ശ്രദ്ധ മുഴുവൻ സ്വർഗത്തിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രതയിലേക്ക് നമ്മൾ വഴിമാറുന്നതാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പ്രിയമുള്ളവരെ, അയച്ചവൻ്റെ ഇഷ്ടം ആത്മരക്ഷയാണ്. എൻ്റെ ആത്മരക്ഷ, എന്നോട് ചേർത്ത് നിൽക്കുന്നവരുടെയൊക്കെ ആത്മരക്ഷ. അതുകൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ് ആത്മീയ ശുശ്രൂഷകളോടൊക്കെ ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങൾ. നമുക്കറിയാം, സ്വർഗത്തിൽ നമ്മുടെയൊക്കെ അവസാനത്തിൽ നാം ഓരോരുത്തരും വിധിക്കപ്പെടാൻ പോവുക നമ്മുടെ കയ്യിലുള്ള നിക്ഷേപത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഭൂമിയിൽ നമ്മളെല്ലാം നിക്ഷേപം സൂക്ഷിച്ചവരും അതിനുവേണ്ടി പരിശ്രമിച്ചവരുമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതുക. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളും. നമ്മുടെ ആത്മരക്ഷ, മറ്റുള്ളവരുടെ ആത്മരക്ഷ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ. നമുക്കറിയാം, ധ്യാനം, പ്രാർത്ഥന, ആത്മീയ ശുശ്രൂഷകൾ, ഉപവാസം, പരിത്യാഗം, ഇതെല്ലാം ആത്മാവിന് വേണ്ടി. ഇതൊന്നും ശരീരത്തിലേക്കല്ല, ആത്മരക്ഷയിലേക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മേഖലയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നതും അതിനുവേണ്ടി കൊടുക്കുന്ന സമയം, അതിനുവേണ്ടി കൊടുക്കുന്ന സാമ്പത്തിക സഹായം, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം സ്വർഗത്തിൻ്റെ നിക്ഷേപമാണ്. കാരണം ഇതെല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതൊരു വലിയ ബോധ്യം നമ്മളെ കൂടുതൽ ആത്മീയരാകാൻ പ്രേരിപ്പിക്കട്ടെ. പ്രാർത്ഥന കൂട്ടായ്മകൾ കൂടുതൽ കരുത്ത് പ്രാപിക്കട്ടെ. അതിനുവേണ്ടിയുള്ള അധ്വാനമൊന്നും നഷ്ടമല്ല എന്ന വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴപ്പെടണം. കാരണം ഇത് മാത്രമേ അവസാനം നമ്മളെ കർത്താവിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് തരികയുള്ളൂ. ഈ വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാനുള്ള കരുത്തായി മാറട്ടെ. പരിശുദ്ധാത്മ നിയന്ത്രണത്തിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിച്ച് ഈ മറ്റ് സബ്സോണിലെ എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളെയും, എല്ലാ ഇടവകകളെയും, എവിടെയെല്ലാം പ്രാർത്ഥന കൂട്ടായ്മകൾ ഇല്ലാതിരിക്കുന്നുണ്ടോ ആ മേഖലകളിലേക്കും പരിശുദ്ധാത്മ ശക്തി ആവശ്യിക്കാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം, വിശുദ്ധാമ്മയുടെ സംരക്ഷണം നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂട്ടായ്മകളോടും കൂടി ഉണ്ടാകും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.